ഹായ് എവരി വൺ, ഓൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2024 ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്റ്റുഡൻസ് ചോദിച്ചിട്ടുള്ള കമൻറ്റ് ബോക്സ് വഴിയും അല്ലാതെയും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നാണ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഏതൊക്കെ കോഴ്സുകളാണ്, പലതരം കോഴ്സുകൾ അവൈലബിൾ ആണോ, അങ്ങനെ വിവിധ കോഴ്സുകളെക്കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഒരു മറുപടി എന്നോണമാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് വേണ്ടി അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും മുഴുവനായിട്ടും കാണണം. ഓക്കെ, അപ്പോൾ പലർക്കും അറിയേണ്ടത് എന്നാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ റെഗുലർകാർക്ക് വേണ്ടിയിട്ടുള്ള അഡ്മിഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഡിസ്റ്റൻസുകാർക്ക് എന്നാണ് അഡ്മിഷൻ എടുക്കാൻ പറ്റുക കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എന്നാണ് പലരും ചോദിക്കുന്നത്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ വർഷം, അതിൻ്റെ മുൻപത്തെ വർഷങ്ങളിലൊക്കെ ആയിട്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിട്ടാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അഡ്മിഷന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഈ വർഷവും വിളിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഡിഗ്രി ആയാലും PG ആയാലും ഒരേ സമയത്താണ് വിളിക്കാറുള്ളത്. അതുപോലെ തന്നെ വിവിധ കോഴ്സുകൾ, ഇപ്പോൾ BA ഇംഗ്ലീഷ് ഉണ്ടോ, MA മാത്സ് ഉണ്ടോ, അങ്ങനെ MSc മാത്സ് ഉണ്ടോ, അങ്ങനെ വിവിധ കോഴ്സുകൾ ഉണ്ടോ എന്നുള്ളതൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഏതൊക്കെ കോഴ്സുകളാണെന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം യൂണിവേഴ്സിറ്റി ഓരോ വർഷവും ചില കോഴ്സുകളെ ചിലപ്പോൾ റിമൂവ് ചെയ്തേക്കാം, ചില കോഴ്സുകൾ ആഡ് ചെയ്തേക്കാം. അപ്പോൾ നോട്ടിഫിക്കേഷൻ കറക്റ്റ് വന്നാൽ മാത്രമേ, അതത് വർഷങ്ങളിൽ വരുന്ന നോട്ടിഫിക്കേഷനിൽ മാത്രമേ നമുക്ക് ഏതൊക്കെ കോഴ്സുകളാണ് ഡിസ്റ്റൻസ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് അറിയാൻ കഴിയുകയുള്ളൂ. അത് ഡിഗ്രി ആയാലും PG ആയാലും ഓരോ വർഷവും നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ ഇന്ന കോഴ്സ് അവൈലബിൾ ആണെന്നുള്ളത് കറക്റ്റായിട്ട് പറയാൻ കഴിയുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ വർഷം അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകൾ ഡിഗ്രി ആയാലും PG ആയാലും ഏതൊക്കെ കോഴ്സുകളാണെന്നുള്ളതൊക്കെ ഏകദേശം ആ ഒരു കോഴ്സുകൾ തന്നെ ആയിരിക്കും ഈ വർഷവും ഉണ്ടാവുക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതൊക്കെ ഏതൊക്കെ കോഴ്സുകളാണെന്ന് നോക്കാൻ വേണ്ടി ഞാൻ മുമ്പ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2023 ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ കോഴ്സുകൾ, PG UG കോഴ്സുകളൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ നിങ്ങൾ പോയിട്ട് കാണുക. ഓക്കെ, അതുപോലെ വിവിധ കോഴ്സുകൾക്കുള്ള ഫീസ് കാര്യങ്ങളാണ് മറ്റ് ഡൗട്ട്സ്. അപ്പോൾ ഫീസ് എന്ന് പറയുന്നത് BA കോഴ്സുകളാണെങ്കിലും BSc അല്ലെങ്കിൽ BCom കോഴ്സുകളാണെങ്കിലും BBA കോഴ്സുകളാണെങ്കിലും വിവിധ ഫീസ് സ്ട്രക്ചറാണ് വരുന്നത്. ഇപ്പോൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആകുമ്പോൾ നോട്ടിഫിക്കേഷനിൽ കറക്റ്റായിട്ട് അല്ലെങ്കിൽ പ്രോസ്പെക്ടസിൽ കറക്റ്റായിട്ട് പറയും ഓരോ കോഴ്സിനും എത്രയാണ് ഫീസ് വരുന്നത്, ഓരോ കോഴ്സിൻ്റെയും ഫീസ് എത്രയാണെന്നുള്ളത് കറക്റ്റായിട്ട് പറയും. അതുപോലെ ട്യൂഷൻ ഫീസ്, ഓരോ ഇയറിലും വരുന്ന ട്യൂഷൻ ഫീസ്, അതുപോലെ നിങ്ങൾക്ക് എക്സാമിൻ്റെ സമയത്ത് എക്സാമിന് ഓരോ എക്സാം രജിസ്ട്രേഷന് വരുന്ന ഫീസുകൾ, സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ട ഫീസുകൾ, കാര്യങ്ങളൊക്കെ വ്യത്യസ്തമാണ്. അപ്പോൾ അതൊക്കെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് കൃത്യമായിട്ട് പറയും. ഓക്കെ, അപ്പോൾ അതാണ് അടുത്തതായിട്ട് പലർക്കുള്ള ഡൗട്ട്, ഓരോ കോഴ്സിൻ്റെയും ഫീസ് കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ ഇതൊക്കെയാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് കൂടുതലായിട്ട് അറിയാനുള്ളത്, ഈ വർഷം അഡ്മിഷൻ എടുക്കാനുള്ളവർക്ക്. അതുപോലെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നമുക്കറിയാം UGC അംഗീകരിച്ചതാണ്, അല്ലെങ്കിൽ UGC റെഗുലറിന് തുല്യമായിട്ട് തന്നെ അംഗീകരിച്ച ഒരു കോഴ്സാണ്. ഇപ്പോൾ ഡിസ്റ്റൻസ് ചെയ്യുന്നതും റെഗുലർ ചെയ്യുന്നതും വാല്യൂ ഉണ്ടോ എന്നുള്ളതൊരു ഡൗട്ട് നിങ്ങൾ ആരും ഇനി ചോദിക്കരുത്. കാരണം മുമ്പ് ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിനായിട്ട് വേണ്ടി വീഡിയോസ് അടക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ UGC ആ ഒരു നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനും റെഗുലറുകാർക്കും ഒരേ വാല്യൂ ആണ് എന്നുള്ളത്. അപ്പോൾ അത് വിവിധ കോഴ്സുകൾക്കാണ് ഡിസ്റ്റൻസായിട്ട് അനുവദിക്കുന്നത്. അപ്പോൾ അത്തരം കോഴ്സുകൾക്ക് റെഗുലറിന് തുല്യമായിട്ട് തന്നെ പരിഗണിക്കുമെന്നാണ്. അപ്പോൾ ഒരേ വാല്യൂ തന്നെയാണ് നിങ്ങൾക്ക് 2 സർട്ടിഫിക്കറ്റിനും കിട്ടുന്നത്. ഓക്കെ, അതുപോലെ ഇൻറ്റേർണൽ മാർക്കിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഡിസ്റ്റൻസുകാർക്ക് വേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇൻറ്റേർണൽ മാർക്കിന് നിങ്ങൾക്ക് MCQ ആയിരിക്കും, റെഗുലറുകാർക്ക് വൈവ ഒക്കെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് MCQ ആയിരിക്കും. ഓക്കെ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കൂടെ ഉണ്ടാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ അഡ്മിഷന് വരും മാസങ്ങളിലായിട്ട് തന്നെ ഉടനെ തന്നെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ എപ്പോഴും നോട്ടിഫൈ ചെയ്തിരിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അഡ്മിഷൻ എടുക്കാനൊക്കെ വിദ്യാർത്ഥികൾ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക് യു.